സർവം ശിവാർപ്പണം. ഇന്ന് രാവിലെ ഞാൻ തൊഴുതിട്ട് പുറത്തിറങ്ങിയ വീഡിയോ ആണിത്. ഇന്നലത്തെ വീഡിയോ വൈകുന്നേരത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ്. നമ്മുടെ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലുള്ള വീഡിയോ ആണ്. ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പേര് മടിപ്പിച്ചെടുക്കണ ചടങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് രാവിലെ കാണാൻ പറ്റും, കുറേ പേര് ഇങ്ങനെ കാണാൻ പറ്റും മടിപ്പിച്ചെടുക്കണത്. ഹസ്ബൻഡ് വൈഫ് രണ്ടാളും ഒരുമിച്ച് എടുക്കണവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ വെച്ചാൽ മിക്കവാറും ഹസ്ബൻഡ് വൈഫ് എടുക്കണത് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു സഹായം അവർക്കൊരു മടിപ്പിച്ചെടുത്ത് അവർക്കൊരു കാര്യം നടക്കും ഉണ്ടെങ്കിൽ, അപ്പം നമ്മൾ ഇടുന്നത് കൊണ്ട് അവർക്കൊരു നല്ലത് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കടലാണ്. ഇന്നലെ രാത്രിയിലത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് രാവിലത്തെ വീഡിയോ ആണ്. കടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സൈഡ് ഇറങ്ങിയ ഫുൾ കടലാണ്, ബീച്ചാണ്. അപ്പോൾ ഇപ്പോഴും കുറേ ആൾക്കാർ കുളിക്കാനുള്ള തിരക്കൊക്കെ കുറേ ആൾക്കാരുണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുറ്റും ഇങ്ങനെ നടക്കാണ്, ക്ഷേത്രത്തിൻ്റെ ഒന്ന് ചുറ്റും നടക്കാൻ. ഇപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയി. ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തൊഴാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറുമ്പോൾ ഒരു 5:30 ഉണ്ടായിരുന്നു. 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 5-5:30 ഉണ്ടായിരുന്നു. നേരെ വെളുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് രാവിലെ നല്ല തിരക്കായിരുന്നു. ഇന്നലെ രാത്രിയും കൂടി അത്ര തിരക്കുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ നല്ല തിരക്കാണ്. അപ്പോൾ ക്യൂ തന്നെ 1 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൊഴുതിട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 8 മണിയൊക്കെ ആയി. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് പുറത്ത് ഇറങ്ങണ ആ സമയത്താണ് ബീച്ച് സൈഡിൽ കൂടിയാണ് ബീച്ച്. അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ കുറേ കാണാൻ പറ്റും. കുറേ പേര് മടിപ്പിച്ചെടുക്കണ ചടങ്ങ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഹസ്ബൻഡ് വൈഫായിട്ട് ഒരുമിച്ച് എടുക്കുന്നുണ്ട്. അവരെ കാര്യം നടക്കണം പറഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ 3 മണിക്ക് എണിച്ചതാണ്. 3 മണിക്ക് എണിച്ച് കുളിച്ച് ക്ഷേത്രത്തിലേക്ക് വന്ന് തൊഴുതിട്ട് ഇപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ 8 മണിയായി. ഇവിടെ ആന നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും പൈസ വാങ്ങിച്ച് ആശീർവദിക്കുന്ന ആനയാണിത്. കണ്ടപ്പോൾ കുറച്ച് നേരം ഞാൻ കണ്ടിട്ട് നിന്നായിരുന്നു. എല്ലാവരും പൈസ കൊടുത്തിട്ട് ആനയുടെ ആശീർവാദം അങ്ങോട്ട് വാങ്ങാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള മിക്ക ക്ഷേത്രത്തിലും ഇങ്ങനത്തെ പരിപാടി ഉണ്ട്, ആനേനെ വെച്ച് പൈസ വാങ്ങിച്ച് അനുഗ്രഹം തരുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ക്ഷേത്രത്തിലേക്ക് എവിടേക്ക് നമ്മൾ പോയാലും ഇപ്പോൾ പൈസ ഇല്ലാതെ ഒരു പരിപാടിയില്ല. പൈസ ഉണ്ടെങ്കിലാണ് എല്ലാ കാര്യവും നടക്കുക. പൈസ കൊടുക്കുക, അനുഗ്രഹം വാങ്ങിക്കുക. അതേപോലെ ക്ഷേത്രത്തിലുള്ള പൂജാരിയുടെ അടുത്ത് ഒരു 100-500 തന്നെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി തൊഴുതിട്ടൊക്കെ പറഞ്ഞയക്കും. വേണമെച്ചാൽ ദൈവത്തിനുള്ള അഭിഷേകം ചെയ്ത തീർത്ഥം എല്ലാം നമുക്ക് തരും. അപ്പം നമ്മൾ 100 രൂപ ടിക്കറ്റ് ഉണ്ട്, 500 രൂപ ടിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഫ്രീ ദർശനത്തിൽ നമ്മൾ പോയാലടക്കം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അപ്പം തന്നെ അവർ പറഞ്ഞയക്കും. എന്നാലും 100 രൂപ ടിക്കറ്റിൽ നിന്ന് പോയെങ്കിൽ അവിടെ കുറച്ച് നേരം നിർത്തി കണ്ടിട്ട് അവർ പറഞ്ഞയക്കും. അത് 500 രൂപയുടെ ടിക്കറ്റ് പോയെങ്കിൽ അത് ദൈവത്തിൻ്റെ തൊട്ടടുത്ത് നിർത്തിയിട്ട് ദൈവത്തിൻ്റെ കഴുത്തിലുള്ള മാലയും തരും, അഭിഷേക പാലും തരും, അഭിഷേകത്തിൽ നെതിച്ചതൊക്കെ നമുക്ക് തരും. അങ്ങനത്തെ ഇപ്പോൾ പൂജാരി അവിടുത്തെ ഉള്ള സ്വാമിമാരൊക്കെ പൈസ വാങ്ങിച്ചിട്ട് എല്ലാം ചെയ്യുക. പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിൽ എവിടെ നോക്കിയാലും മയിലിനെ കാണാം. മുരുകൻ്റെ ക്ഷേത്രമാണ് തിരുച്ചെന്തൂരിൽ. എവിടെ നോക്കിയാലും മയിലിനെ കാണാതെ ഉണ്ടാവില്ല. എവിടെ നോക്കിയാലും മയിലാണ്. അതേ ഒരു മുരുകൻ്റെ ചൈതന്യം അവിടെ ഉള്ളത് സത്യമായതുകൊണ്ടാണ് അത്രയ്ക്കും മയിലൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ രാവിലത്തെ ഭക്ഷണം അന്നദാനത്തിന് നമ്മൾ പോവുകയാണ്. അന്നദാന കൗണ്ടറിലേക്കാണ് ഇപ്പോൾ നമ്മൾ ചെല്ലുന്നത്. ഇവിടെ അന്നദാനം എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുപ്പതി അവിടെയൊക്കെ പോയെങ്കിൽ അന്നപ്രസാദം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇവിടെ അന്നദാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. രാവിലത്തെ ഇപ്പോൾ 8 മണിയായിട്ടോ. 8 മണി തൊട്ടാണ് അവിടെ സ്റ്റാർട്ടിങ് ഭക്ഷണം കൊടുക്കുന്നത്. 8 മണി തൊട്ട് രാത്രി 10 മണി വരെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ ടിഫണായിരിക്കും കൊടുക്കൽ. പിന്നെ ഉച്ചയ്ക്ക് ഒരു 11 മണി ശേഷമൊക്കെ 11 മണിക്ക് തൊട്ട് ചോറ് കൊടുക്കാൻ തുടങ്ങും. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇലയൊക്കെ ആദ്യം തന്നെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇലയിൽ വന്ന് ഇട്ടു. ഇലയിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണ്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം നമ്മുടെ ഇലയിൽ അവർ എന്താ വെൺപൊങ്കലാണ് രാവിലെ ഉണ്ടായിരുന്നത്. വെൺപൊങ്കലും ചട്ടിനിയും സാമ്പാർ ആയിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ അറിയാം, അവർ ഇട്ടിട്ട് വരുമ്പോൾ എൻ്റെ ഇലയിൽ വരുമ്പോൾ മാത്രം അവർ ഇട്ട് പിന്നെ അപ്പുറത്തേക്ക് ഏട്ടൻ്റെ ഇലയിലേക്ക് കൊണ്ടുപോയി ഇടും അവർ. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അവരിങ്ങനെ ഇടില്ല പറഞ്ഞ് വേഗം ഞാൻ വീഡിയോ ഒക്കെ കട്ടാക്കി. പിന്നീട് അവർ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, അവർ ഇലയിലേക്ക് വരും പിന്നെ അപ്പുറത്തെ ഇലയിലേക്ക് ഇടും. അപ്പം ഞാൻ ഏട്ടൻ പറഞ്ഞു നീ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നിനക്ക് പൊങ്കിൾ തരാതെ അവർ പോയി എന്ന്. അപ്പം ഞാൻ വേഗം എന്താക്കി വീഡിയോ ഓഫാക്കിയപ്പോൾ അവർ പിന്നെ ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ്. അവിടെ എവിടെ വീഡിയോ നമ്മൾ ഫോൺ വെച്ചാലും വീഡിയോ എന്തിനാണ് എടുക്കണതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് എല്ലാം കുറച്ച് അവരവർ കാണാതെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കണേ. അപ്പോൾ ഇതാ വെൺപൊങ്കൽ വന്നു, സാമ്പാർ വന്നു, അടുത്തുനിന്ന് ചട്നി വരും. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചു. ഉച്ചയ്ക്കത്തെ ഭക്ഷണം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് മറ്റേ ചോറും സാമ്പാറും ഉപ്പേരിയും പപ്പടം പായസം വട അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. ഉച്ചയ്ക്കത്തെ ഫുഡും നല്ല രസമായിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇത് ചൂട് കൊണ്ട് നമുക്ക് കൈ തൊടാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പഞ്ചാമൃതം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു മാർക്കറ്റുണ്ട്. ക്ഷേത്രത്തിൻ്റെ സൈഡാണ്, പണ്ടത്തെ ബിൽഡിങ്ങാണ്. പണ്ട് ആദ്യം ആ ബിൽഡിങ്ങാണ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നതൊക്കെ ബിൽഡിങ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് അമ്പലത്തിലേക്കൊക്കെ വന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ പോയിട്ട് പ്രസാദമൊക്കെ കൊടുക്കണമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് പഞ്ചാമൃതം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പഞ്ചാമൃതമൊക്കെ വാങ്ങിച്ചു. പിന്നെ മുരുകൻ്റെ കുറച്ച് ഫോട്ടോസ് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് ചെറുതായിട്ടൊരു പർച്ചേസിങ് ഒക്കെ ചെയ്ത് ഇനി വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അവിടെ നിന്ന് ഉച്ചയ്ക്കാണ് വണ്ടി വരുന്നത്. ഉച്ചയ്ക്ക് വണ്ടിയിലാണ് കയറണമെന്ന് വിചാരിക്കണേ. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് വേഗം ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷോപ്പിംഗ് ചെയ്ത് ഇനി വീട്ടിലേക്ക് പോകാനുള്ള തിരക്കാണ്. ഇനി അടുത്ത വീഡിയോ വേറെ എവിടെയെങ്കിലും ക്ഷേത്രത്തിലേക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഇടണതായിരിക്കും. എന്നാൽ ഇത്ര നേരം സഹിച്ച് എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി, താങ്ക് യു ഉണ്ട്. എന്നാലും കണ്ടാൽ മാത്രം മതിയാവില്ല, നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബറൊക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജായിട്ടൊന്ന് പറയുക. അപ്പോൾ അത് ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ തിരുത്തണതായിരിക്കും. അപ്പോൾ ഇത്ര സമയം എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട്. ഇനി എല്ലാവരും വീഡിയോ ഫോളോ ചെയ്യണം. താങ്ക് യു, ബൈ.